ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ഞാൻ ഇന്ന് എണീറ്റത് 4:30-ക്കാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ബാക്ക്ലോഗ്സ് തീർക്കാനുണ്ട്. സോ അപ്പം ഞാനൊരു ഏർലി മോർണിംഗ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ കംപ്ലീറ്റ് ചെയ്യാൻ ഇഷ്ടം. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീക്കുന്നത്. രാവിലെ എണീറ്റ ഉടനെ ബ്രഷ് ചെയ്ത് വെള്ളമൊക്കെ ഫില്ലാക്കിയിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ട കാര്യമില്ലല്ലോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടൻറ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഫില്ലാക്കി നേരെ ടേബിളിൻ്റെ അടുത്ത് പിടിച്ച് ചെന്നപ്പോഴത്തേക്കും ദേ ഫുൾ ഇങ്ങനെ അലങ്കോലപ്പെട്ടിരിക്കുന്നു. എനിക്ക് അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ പറ്റത്തില്ല. സോ ഞാനത് വേഗം ക്ലീൻ ആക്കിയിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. പിന്നെ കുറച്ച് പേര് ഡൗട്ടുണ്ട്, ഞാൻ +2-ൻ്റെ കൂടെയാണോ ജർമ്മൻ പഠിക്കുന്നതെന്ന്. അല്ല ഗൈസ്, ഞാനാണെങ്കിൽ +2 കഴിഞ്ഞിട്ടാണ് ജർമ്മൻ പഠിക്കുന്നത്. അപ്പോൾ +2-ൻ്റെ കൂടെ പഠിക്കാൻ പറ്റുമോയെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ +2-ൻ്റെ കൂടെ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും പഠിക്കുന്നത്. +2 കഴിഞ്ഞിട്ടാണ് എല്ലാവരും പഠിക്കുന്നത്. സോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി അറിയായിരിക്കും. എൻ്റെ അറിവിൽ ഞങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ +2-ലും നല്ലോണം പഠിക്കാനുണ്ട്, ജർമ്മനിൽ അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്. ജർമ്മൻ കുറച്ച് ഹാർഡാണ്. നമ്മൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമല്ലേ, അപ്പം നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെക്കൊണ്ട് ഏതായാലും അത് രണ്ടും പറ്റത്തില്ല. സോ അത് കഴിഞ്ഞിട്ടെടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു ഇതിൽ നല്ലതെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ രാവിലത്തെ എൻ്റെ സ്റ്റഡി സെക്ഷൻ 5:30 വരെയാണ് കേട്ടോ. 5:30 കഴിഞ്ഞ് എനിക്ക് ഡ്രൈവിങ്ങിന് പോകേണ്ടതുണ്ട്. 6 മണിക്കാണ് ഡ്രൈവിങ്ങിന് പോകേണ്ടത്. പക്ഷേ ഒരു അരമണിക്കൂർ എനിക്ക് റെഡി ആവാനൊക്കെ വേണം, കുളിക്കാനും ഒക്കെ. ഞാൻ പിന്നെ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ അങ്ങനെ റെഡി ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് മുടി കെട്ടി വെക്കും, മോയ്സ്ചറൈസർ ഉപയോഗിക്കും, പിന്നെ വാച്ച് കിട്ടും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ രാവിലെ തന്നെ അത്യാവശ്യം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ ശ്രമിക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നല്ലതായിട്ട് വിശന്നിങ്ങനെ കരിഞ്ഞിരിക്കേണ്ടി വരും. പിന്നെ ഗൈസ്, ലിപ് ബാം മസ്റ്റാണ്. സോ ലിപ് ബാം ഞാനിടും. ഗൈസ്, ഈ ഒരു രാവിലത്തെ ക്ലൈമറ്റ് എന്ത് അടിപൊളിയാണെന്നറിയാവോ. എനിക്കാണെങ്കിൽ ആകാശത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഞാനാണ് ഗേറ്റൊക്കെ തുറന്നത്. പിന്നെ ഇതൊക്കെ സ്ട്രീറ്റ് ലൈറ്റാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള. പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നപ്പോൾ കുറേ പട്ടികളെ. എനിക്കാണെങ്കിൽ പട്ടിയെ ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ബസ്സില്ലായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനങ്ങ് നടന്ന്, എന്നിട്ട് പകുതിക്ക് വെച്ച് ബസ്സിൽ കയറി. ബസ് പതുക്കെ താമസിച്ചാണ് കേട്ടോ വന്നത്. പിന്നെ ഗൈസ്, ഞാൻ ചെറുതായിട്ടൊന്നൊന്ന് ചമ്മിപ്പോയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവിടം വരെ പോയിട്ട് തിരിച്ച് വരാനുള്ള വണ്ടിക്കൂലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നിട്ട് തിരിച്ച് നടന്നാണ് ഗൈസ് ഞാൻ വന്നത്. പിന്നെ വന്ന ഉടനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്കൊരു തേമ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സൊക്കെ എഴുതി വെക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ചപ്പാത്തിയും പനീർ കറിയുമാണ്. പിന്നെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ടുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തു. അപ്പം എൻ്റെ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനൊരു 8:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. 8:45-നാണ് കേട്ടോ ഞങ്ങളുടെ ബസ് വരുന്നത്. ബസ്സിനകത്താണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്, പക്ഷേ എനിക്ക് സൈഡ് സീറ്റ് വേണം. എങ്ങനെയാണെങ്കിലും ഞാൻ ആ സൈഡ് സീറ്റ് വന്നിരിക്കും കേട്ടോ ഗൈസ്. എന്നിട്ട് നേരെ ദേ ക്ലാസ്സിലെത്തി. ഒരു 9:30 ആകുമ്പോഴത്തേക്കും ഞാൻ ക്ലാസ്സിലെത്തും കേട്ടോ. അപ്പം നമുക്ക് രാവിലെ തന്നെ ഡിക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഡിക്റ്റേഷൻ ഉള്ളത് ഞാൻ ക്ലാസ്സിൽ ചെന്നിരുന്നിട്ടാണ് കേട്ടോ ഒട്ടുമിക്ക സമയം ഞാൻ പഠിക്കാറുള്ളത്. എനിക്ക് എത്രയൊക്കെ വായിച്ച് പഠിച്ചെന്ന് പറഞ്ഞാലും ഒന്ന് എഴുതി പഠിച്ചാലേ എൻ്റെ മൈൻഡിലോട്ട് കയറുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ എഴുതിയൊക്കെ ഒന്ന് വെക്കാൻ പോവാണ്. എനിക്ക് എഴുതിയത് മീൻസ് ഫോണിൽ നോക്കി ക്യാബ് പഠിക്കുന്നതിനേക്കാൾ നല്ല എനിക്ക് പറ്റുന്നത് ബുക്കിൽ നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതാകുമ്പോൾ ജസ്റ്റ് എഴുതി നോക്കണമെങ്കിൽ പോലും ബുക്ക് മറിച്ചൊന്ന് നോക്കാനും പറ്റും. എന്നിട്ട് ഞാൻ എഴുതിയതാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ക്ലാസ്സിൽ എല്ലാവർക്കും ഷ്രൈബിന് വേണ്ടിയൊരു ബുക്ക് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഹലോ കിറ്റിയുടെ ബുക്കാണ്. കിട്ടിയതല്ല, എനിക്ക് വേറൊരു ബുക്കാണ് കിട്ടിയത്. പക്ഷേ ഞാൻ എന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഹലോ കിറ്റി ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്ക് ഹലോ കിറ്റിയുടെ ബുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഫ്രണ്ടിന് ഹലോ കിറ്റിയുടെ ബുക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അവൾ എനിക്ക് തന്നെയാണ്. അത് കഴിഞ്ഞ് ക്ലാസ് വിട്ട് വീട്ടിൽ വന്ന് കുറച്ച് നേരം
ഷട്ടിൽ കളിച്ച് അത് കഴിഞ്ഞ് റിലയൻസിൽ പോകണമായിരുന്നു വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇങ്ങനെ ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എല്ലാം ഒന്നും വീഡിയോ ആക്കാൻ പറ്റിയിട്ടില്ല, കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിക്കുക. വീട്ടിലോട്ടുള്ള എല്ലാം ഒന്നും ഞാൻ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നല്ല സന്ധ്യ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടാ കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രീംസിൻ്റെ ചോക്കോ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി വണ്ടി വെച്ച് പൊട്ടിച്ചായിരുന്നു. പിന്നെ ചോക്കോസിൻ്റെ ഒരു സെറ്റ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂൺസ് ആൻഡ് സ്റ്റാർസ്, പിന്നെ മൾട്ടിഗ്രെയിൻ, അതിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കുറേ സാധനങ്ങൾ അതിനടുത്തുണ്ടായിരുന്നു. പിന്നെ മഞ്ച്, പിന്നെ ഇപ്പി, പിന്നെ ശ്രീകണ്ഠ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നോർത്ത് ഇന്ത്യയിൽ എന്തോ കിട്ടുന്ന സാധനമല്ലേ, അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചീസ് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ പോപ്കോൺ, പിന്നെ ന്യൂട്ടല്ല പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ. പിന്നെ ഒരു നോട്ട്ബുക്കും കൂടെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പ്ലാനർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോട്ട്ബുക്ക് വാങ്ങിയത്. ബട്ട് ഓൾറെഡി എൻ്റെ ഒരു ഡയറി ഇരിപ്പുണ്ട്, അപ്പോൾ അതിനകത്ത് ചെയ്യാമെന്ന് ഞാൻ പിന്നെ വിചാരിച്ചു. പിന്നെ ഞാൻ ഒരു ചെരുപ്പും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയിൽ നിന്നെല്ലാം സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ വരാൻ വേണ്ടിയിട്ട്. കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഓർഡർ ആക്കിയിരുന്നത്. ഞാൻ ഓർഡർ ആക്കിയത് അപ്പവും ചിക്കൻ പട്ടിയാല എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു ഗൈസ്. ഒരു കിടിലൻ സാധനമായിരുന്നു അത്. പിന്നെ അമ്മയും അച്ഛനും ഓർഡർ ആക്കിയത് ഫ്രൈഡ് റൈസും പാൽക്കപ്പയായിരുന്നു. പിന്നെ ഞാൻ നൈറ്റ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് മൺഡേ ആണ്. ട്യൂസ്ഡേ ഇലക്ഷൻ്റെ അവധി ആയതുകൊണ്ട് തന്നെ അവധിയാണല്ലോ എന്നോർത്ത് നാളെ പഠിക്കാമല്ലോ എന്നോർത്തിട്ട് രാത്രി ഒന്നും പഠിച്ചില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ഹെയർ കെയറും ചെയ്ത് നേരെ കയറി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.